അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥി ആയിട്ട് വരാൻ പോകുന്ന ആള് കവിതകൾ ചൊല്ലുന്ന ഒരു മിടുക്കി കുട്ടിയാണ്. ഒരു വൈറൽ ഒരു കലാകാരി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിള പ്രഭകുമാർ. നിള റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നിള എന്നുള്ള പേരിൽ തന്നെ ഒരു കവിത അല്ലെ, ഒരു കവിതയുടെ അത്രയും ഒരു മാധുര്യം കിടക്കുന്നുണ്ട്. നിള വരുന്നത് നിളയുടെ തീരത്തുനിന്നാണോ? എവിടെയാ നാട്? എടപ്പള്ളിയാണ്. ഏത് ക്ലാസ്സിലാണ്? ഞാൻ 10ൽ പഠിക്കുന്നു. 10ൽ പഠിക്കുന്നു. അപ്പൊ ഈ പത്തിലെ ആയപ്പോൾ ഒരുപാട് പഠനവും അതിന്റെ ഒരു സ്ട്രെസ്സിന്റെ ഇടയ്ക്ക് കവിത എഴുതാനും കവിത ചൊല്ലാനും പറ്റാറുണ്ടോ? എഴുതാറുണ്ടോ കവിത? ചെറുതായിട്ട് എഴുതാറുണ്ട്, പക്ഷേ എനിക്ക് ചൊല്ലാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കവിത ചൊല്ലി കേട്ട ആൾക്കാർ എന്ത് പറയാറു? നല്ല ഫീലാണെന്ന് പറയാറുണ്ട് ഒച്ചയ്ക്കുമ്പോ. അതെ, കോമ്പറ്റീഷൻസിനൊക്കെ എല്ലാ കോമ്പറ്റീഷൻസിനും പങ്കെടുക്കാറുണ്ട്. മലയാളമാണ് മെയിൻലി? മലയാളം മാത്രം. എനിക്ക് തോന്നുന്നു ഒരു വൈറൽ ആയിട്ടുള്ള ഒരു കവിത അല്ലെ, ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു കവിത ഉണ്ടായിരുന്നു. എനിക്ക് അത് കോവിഡിന്റെ സമയത്താണ് അതെല്ലാം സർക്കുലേറ്റ് ആയത്. അപ്പൊ അങ്ങനെ ഒരു കവിത പ്ലാൻഡ് ആയിട്ട് പോസ്റ്റ് ചെയ്തതാണോ അതെയോ ചുമ്മാ പോസ്റ്റ് ചെയ്തപ്പോ അതങ്ങനെ വൈറലായി പോയതാണോ? ഇത് ഈ ചാനൽ എന്ന് പറയുന്നത് സരസമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു കവിത എന്നെ പഠിപ്പിച്ചത് ടീച്ചറുടെ ചാനലാണ്. അപ്പോൾ ടീച്ചർ എനിക്ക് നോർമലി ഇങ്ങനെ കവിതകൾ ഇങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അയച്ചു തന്നതാണ് മാമ്പഴം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. നമുക്ക് എല്ലാവർക്കും കവിത എന്ന് പറയുമ്പോൾ മാമ്പഴം അറിയാവുന്ന കവിത ആയതുകൊണ്ട്. പിന്നെ മിസ് ട്യൂൺ അയച്ചു തന്നപ്പോഴാണ് ശരിക്കും നമ്മൾ യൂഷ്വലി നമ്മൾ നോർമലി പാടുന്ന ഒരു ട്യൂൺ ഉണ്ട്, നമ്മളെല്ലാരും കേട്ടിട്ട് പക്ഷെ ശരിക്കും അതില് മറ്റേ കവിത ശരിക്കും ഭയങ്കര സങ്കടമുള്ള കവിതയാണ്. അപ്പൊ അതിന്റെ ഭാവം നല്ലോണം ആ ട്യൂണിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ വേറെ പുതിയൊരു ട്യൂണിൽ കൂടെ വന്നപ്പോ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പൊ മിസ്സിന്റെ അടുത്ത് വീട്ടിൽ തന്നെ പോയി മിസ് തന്നെ ഇങ്ങനെ പറഞ്ഞു തന്നു, ഓരോന്ന് പറഞ്ഞു തന്ന് ഫീലൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ പാടി ഇട്ടു. അപ്പൊ ഇട്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വൈറലായി. നമുക്ക് ആ ഒരു വരി ഒന്ന്, ആ ഒരു 4-5 വരി ഒന്ന് കേട്ടാലോ? യെസ്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചിണ്ടും നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലോ. ശ്രുതിക്കുരുന്നേ നീ മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. ആമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുലയെറിഞ്ഞു പെറും മണ്ണിൽ. ഗംഭീരം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിൽ സ്കൂളിൽ ഈ പറഞ്ഞ ട്യൂണിൽ അങ്ങ് പാടി പഠിച്ചു. പക്ഷെ ഇത്രയും ഒരു ഫീലോടുകൂടി ആ ഒരു കവിത കേൾക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു. ഇതേപോലെ ഫീല് കൊടുത്ത് ഓരോ അക്ഷരങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്കണത്തെ അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലാതെ ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാ പദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കാണും. ഇനിയും നമുക്കത് വായിക്കാനും ഇനിയും അതിനോടുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതെ, ഗംഭീരായി. താങ്ക് യു. ഇനി നമുക്ക് ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ നിളയുടെ അമ്മയാണല്ലേ? പേര് അനിത. വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ്? അതെ, ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്, LP. കവിത പണ്ട് സ്കൂളിൽ ഈ കവിത പഠിച്ചപ്പോ ഇങ്ങനെ ഒരു ഭാവം ഇതിൽ ഉണ്ടാവും വിചാരിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. കാരണം സരസമ്മ ടീച്ചറാണ് കേട്ടോ ഇതിന്റെയൊക്കെ ഒരു നിളയെ ഈ കവിതയിലേക്ക് അടുപ്പിച്ചത് ടീച്ചർ തന്നെയാണ്. ഒരു 3ാം ക്ലാസ് മുതൽ അവള് സ്കൂളിലെ ഭവൻസിലെ ടീച്ചേഴ്സ്, അവളെ എളമക്കര ഭവൻസിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട്
ഇവള് ചൊല്ലുന്നത് കേട്ട് ഇവിടെ മൂത്ത കുട്ടി പറയുന്നത്, എൻ്റെ മൂത്ത മോള് പാടുന്നത് കേട്ട് എല്ലാ കവിതയും പഠിക്കുകയായിരുന്നു കൊച്ചിലെ മുതൽ. അപ്പോൾ ഒരു ഞാൻ അങ്ങനെ ഒരു സ്കൂളിലെ കോമ്പറ്റീഷൻ അയച്ചപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഇവളെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ സരസം ടീച്ചറിൻ്റെ അടുത്ത് വിടാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചറാണ് ഇവളെ ഇങ്ങനെ ഇത്ര എത്തിച്ചത്. മൂത്ത മോളുടെ പേരും കൂടി പറഞ്ഞു. മൂത്ത മോള് നീരജ. ഓക്കെ, ഇനി അടുത്ത ആളെ നമുക്ക് പരിചയം. അതായത് ഒരു ബാർബി ഡോളിന്റെ മുടിയൊക്കെ ആയിട്ട് ഒരു സുന്ദരി കുട്ടി അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പേര് പറയൂ മുത്തശ്ശിയുടെ. വിലാസിനി. മുത്തശ്ശിക്ക് കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ്. സാധാരണ മുത്തശ്ശിമാരാണ് കവിതകളൊക്കെ ചൊല്ലിക്കൊടുക്കുക. ഇവിടെ കൊച്ചുമോളിൽ അങ്ങനെ ചൊല്ലാനുള്ളൊരു ഭാഗ്യം, അത് കേൾക്കാനൊരു ഭാഗ്യം അല്ലേ? ഈ മുടി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഡൈ അടിക്കണം അല്ലേ? ഡൈ അടിക്കല്ലേ, ഡൈ ഒന്നും വേണ്ട, ഇതാണ് ഭംഗി അല്ലേ ഗൗരി? എന്ത് തോന്നുന്നു? ഇത് നിളയുടെ ഫാദറാണ് പ്രഭകുമാർ. എന്ത് ചെയ്യണു? ഞാൻ FACTയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ജോലി തിരക്കിന്റെ ഇടയിൽ മകളുടെ കൂടെ എല്ലാ പ്രോഗ്രാംസിനും പോകാൻ പറ്റാറുണ്ടോ? പോകാറുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. നിളയുടെ ഈ ഒരു കരിയർ അതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ പ്രായമാണ്, ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവരെയും കണ്ടതില്. താങ്ക് യു മാം.